ലോക്കൽ കോൺട്രാക്ടേഴ്സിന്റെ വാഗ്ദാനങ്ങൾ പെട്ടുപോയവരാണോ നിങ്ങൾ? ഒരു വീടിന്റെ വർക്ക് ഏൽപ്പിക്കുമ്പോൾ എല്ലാവരുടെയും പേടി ഇതാണ്: ചതിക്കപ്പെടുമോ, സമയത്തിന് തീരുമോ, ക്വാളിറ്റി ഉണ്ടാകുമോ എന്ന കാര്യങ്ങളാണ്. ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വന്നിട്ട് 20ഓളം വർഷമായി. ക്ലയന്റും കോൺട്രാക്ടറും തമ്മിലുള്ള പല ട്രസ്റ്റ് ഇഷ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. കോൺട്രാക്ടർ തമ്മിലുള്ള ഈ ഇഷ്യൂ ഒഴിവാക്കാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വീട് പണി ടെൻഷനില്ലാതെ ചെയ്യണമെങ്കിൽ ആദ്യം നല്ലൊരു ബിൽഡറെ തിരഞ്ഞെടുക്കുക. അവർ ചെയ്ത വർക്കുകൾ പോയി കാണാം, ആ വർക്കിന്റെ ഫിനിഷിങ് എങ്ങനെയുണ്ട് നോക്കുക. അതുപോലെ തന്നെ ആ ക്ലയൻസ് ആയിട്ടുള്ള ഡീലിംഗ് എങ്ങനെയുണ്ട്, അവർ തമ്മിലുള്ള ഡീലിംഗ് എങ്ങനെയുണ്ട് നോക്കുക. പിന്നെ നല്ലൊരു വർക്ക് കോൺട്രാക്ട് ഉണ്ടാക്കുക. അതിലെല്ലാം ഡീറ്റെയിൽഡായി ടോട്ടൽ എത്ര കോസ്റ്റ് വരും, ഏത് ടൈമിലാണ് വർക്ക് തീരുക, ഏത് ബ്രാൻഡ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുക, അതിൻ്റെ ഗ്യാരണ്ടി എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാകണം. പിന്നെ അപ്ഡേഷൻസ് തരാൻ റെസ്പോൺസിബിളായ ഒരാളുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് സൈറ്റ് എഞ്ചിനീയർ ആകാം, പ്രൊജക്ട് മാനേജർ ആകാം. അവരിൽ നിന്ന് ഡെയിലി വർക്കിൻ്റെ അപ്ഡേറ്റ്സ്, ഫോട്ടോസ് എന്നിവ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. മിനിമം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കോൺട്രാക്ടറുമായി ഒരു ഇഷ്യൂ നിങ്ങൾക്കുണ്ടാവില്ല. ഒരു കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ അടങ്ങിയ സിമ്പിൾ ചെക്ക് ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് വേണം എന്നുള്ളവർ ട്രസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യൂ. ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായി അയച്ചു തരാം.